കോൺഗ്രസിലെ സൗമ്യതയുടെ മുഖമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ സ്വന്തം തറവാട് ശൂരനാട് വടക്ക് ഉള്ള അദ്ദേഹത്തിന്റെ തറയിൽ ബംഗ്ലാവ് വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് അദ്ദേഹം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ശൂരനാട് എന്ന് പറയുന്ന നാടിനോടുള്ള സ്നേഹം വലുതായിരുന്നല്ലേ? അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം വളർന്ന വീടാണിത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയപ്രവർത്തനം തുടങ്ങിയത്. ഒരു കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായി പാർട്ടി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം DCC പ്രസിഡന്റായി, അതുപോലെ KPCC പ്രസിഡന്റായി, MLA ആയി. അങ്ങനെ ഈ നാടറിയുന്ന, ഇന്ത്യ അറിയുന്ന ഒരു വ്യക്തിത്വമായി മാറിയത്. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെട്ടു. അദ്ദേഹം ഈ നാട്ടുകാരുടെ ഒരു കണ്ണിലുണ്ണി എന്ന് പറയാം. അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഏത് കാര്യവും അദ്ദേഹത്താൽ സാധിക്കുന്ന കാര്യം ഒരു വ്യക്തി ഇവിടെ വന്നാൽ, ആര് വന്നാലും അവിടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ സാധിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതായത് അദ്ദേഹത്തിന്റെ പിറന്നാൾ വലിയ ആഘോഷത്തോടുകൂടി നിങ്ങൾ കൊണ്ടാടിയതാണല്ലേ? തീർച്ചയായിട്ടും. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി നടത്തുന്നതിനാണ് ഈ പരിപാടി നടത്തിയത്. അന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും ശ്രീ വേണുഗോപാലക്കുറിപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അവധി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ കഴിയാത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, AK ആന്റണി ഉൾപ്പെടെയുള്ള, അതുപോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത, നേതാക്കന്മാർ പങ്കെടുത്ത, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം. അതായത് എപ്പോൾ വന്നാലും കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിലല്ലേ? ഒരു വല്ലാത്തൊരു ഓർമ്മയാണല്ലേ? സാറ് വരുമ്പം വിളിക്കാറുണ്ട്, ഇവിടെ വന്ന് കാണാറുണ്ട്. എപ്പോൾ വന്നാലും ഞാൻ കാണാറുണ്ട് വന്ന്. അതേപോലെ തന്നെ സാറിൻ്റെ വീട്ടുമായിട്ട് അത്യാവശ്യം പോകാറുണ്ട്. ഈ ഒരു 3 മാസം മുമ്പും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഒരു 3 മാസം മുമ്പ് നമ്മുടെ അടുത്തൊരു ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട്, സാറിൻ്റെ കുടുംബക്ഷേത്രമാണ്, അതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. വളരെ ഹാപ്പിയായിരുന്നു. അപ്പം അതിൻ്റെ വിശദമായ അന്വേഷണങ്ങൾ ഈ പ്രദേശവാസികളെക്കുറിച്ചും നാടിനെക്കുറിച്ചും എല്ലാം സാർ വളരെ വാചാലനമായിട്ട് സംസാരിക്കുകയും എല്ലാവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മളെയൊക്കെ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതായത് ഈ യുവാക്കൾ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട, നിങ്ങൾ പഠിക്കാൻ മാതൃകയാക്കേണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവാണല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ എന്താണ്? അദ്ദേഹം ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്തൊന്നും സാറ് ശൂരനായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. സാറ് തിരുവനന്തപുരത്ത് വീട്ടിലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മുതിർന്ന R ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്ന കഥകളിൽ എപ്പോഴും പറയുന്ന പേരും അദ്ദേഹമായിട്ടുള്ള ഓർമ്മകളുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴൊക്കെ മാത്രമാണ് ഞങ്ങൾ നേരിട്ട് ഒരു ഇത് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും 100 സീറ്റ് നേടി പാർട്ടി അധികാരത്തിൽ വരുമ്പം മാറി നിൽക്കണമെന്ന് പറയുമ്പം മാറി നിൽക്കുക എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാറിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ്. സൗമ്യതയുടെ രൂപമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ശൂരനാട് എന്ന് പറയുന്ന നാട് വലിയ രീതിയിൽ ദുഃഖത്തിലാണ്. ഈ ഗ്രാമപ്രദേശത്തിന്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം അദ്ദേഹത്തിന്റെ തറവാട് സ്വത്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ആ വസ്തുവകകൾ വിറ്റ് അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് ഉപയോഗിച്ച് അത് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് ഈ നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത്.